നാം ഭാരതീയർ വിചാരിച്ചാൽ ഈ തുർക്കിക്കും അസർബൈജാനും പിന്നെ നഷ്ടം വരുത്തിക്കാൻ കഴിയുമോ? നമ്മൾ വിചാരിച്ചാൽ പണി കൊടുക്കാൻ പറ്റുമോ? 8ന്റെ പണി തന്നെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അതെ, കാരണം ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തതാണ്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ പറയുന്ന തുർക്കിയും അസർബൈജാനും ഒക്കെ. അപ്പോൾ നമ്മൾ അങ്ങ് തീരുമാനിച്ചു അവിടെ നിന്നുള്ള ഇറക്കുമതി ഒന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചപ്പോൾ നമ്മൾ ഭാരതീയർക്കൊരു ഗുണമുണ്ടല്ലോ, ഒറ്റക്കെട്ടായിട്ട് ഏത് നിമിഷവും നിൽക്കും. അപ്പോൾ ഭാരതീയർ ഈ പറയുന്ന ഭാരതീയർ ഒന്നടങ്കം എല്ലായിടത്തുമുള്ള ഭാരതീയർ അങ്ങ് ഒറ്റയടക്ക് തീരുമാനിച്ചു അങ്ങോട്ടേക്ക് ഞങ്ങൾ യാത്ര പോകുന്നില്ല. അതെ, ഒറ്റയടിക്ക് തീരുമാനിക്കുകയാണ് ഞങ്ങൾ യാത്ര പോകുന്നില്ല. പലരും പല ടൂറിസ്റ്റ് ഇതൊക്കെ കൊണ്ടുപോകുന്ന കമ്പനികളുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നു, ട്രാവൽ കമ്പനികളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു യാത്ര പോകുന്നില്ല, അസർബൈജാനിലേക്കും തുർക്കിയിലേക്കും പോകുന്നില്ല. വിനോദസഞ്ചാരികൾ ഇനി അങ്ങോട്ടേക്ക് ഇല്ല, ഭാരതത്തിൽ നിന്ന് ഇല്ല. അപ്പോ അതിനപ്പുറം നല്ലൊരു മറുപടി അവർക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ. അപ്പോ അതുകൊണ്ട് അവിടെ നിന്നുള്ള ആപ്പിൾ വിപണി ഉൾപ്പെടെ ആപ്പിളിന്റെ ഇറക്കുമതി ഉൾപ്പെടെ നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ച സന്ദർഭത്തിലാണ് ഭാരതീയർ ഒന്നടങ്കം പറയുന്നത് ഈ 2 രാജ്യങ്ങളിലേക്കും അവർ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. സ്വർണം, മാർബിള്, പച്ചക്കറികൾ, സിമന്റ്, നാരങ്ങ, മിനറൽ ഓയിൽ എന്നിവയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ. ഇതൊന്നും വേണ്ട, ഇത് നിർത്തി. തൽക്കാലം നമുക്ക് ആപ്പിൾ കഴിക്കാൻ പറ്റൂലെന്നേ ഉള്ളൂ. തൽക്കാലം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവരാമല്ലോ, ഇവിടെ നിന്ന് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ല, ഇന്ത്യ ബദൽ സംവിധാനം ശരിയാണ്. അപ്പൊ നമ്മൾ ഓയിലിന്റെ വിഷയം വന്നപ്പോഴും പറഞ്ഞല്ലോ, ഞങ്ങൾ ഇറാനിൽ നിന്നും ഓയിൽ കിട്ടുമോ എന്ന് നോക്കും, നമ്മൾ ഇപ്പുറത്ത് നിന്ന് റഷ്യയിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കും. അപ്പൊ റഷ്യയിൽ നിന്ന് വില കുറച്ച് കിട്ടുകയും ചെയ്തു, ബദൽ മാർഗങ്ങൾ നമ്മൾ വേറെ തേടും. അപ്പോ ഇപ്പൊ ടൂറിസ്റ്റ് ഈ പറയുന്ന പോലെ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ പറയുന്നത് എല്ലാവരും തന്നെ ഈ പറയുന്ന ബുക്കിംഗ് ഒക്കെ റദ്ദാക്കി തുടങ്ങിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളും ഇടപെട്ടിട്ടുണ്ട് അവരും ഈ പറയുന്ന അല്ലേ. അതെ, അപ്പോ ഇങ്ങനെ നോക്കുമ്പോ പല ഈ പറയുന്ന 2 രാജ്യങ്ങളിലേക്കുമുള്ള ബുക്കിംഗ് ഒഴിവാക്കിയതിലൂടെ അസർബൈജാന് മാത്രം വന്നിരിക്കുന്നത് 3000 കോടിയുടെ നഷ്ടമാണ് എന്നാണ് പറയുന്നത്, റിപ്പോർട്ടുകൾ വരുന്നത്. ടൂറിസ്റ്റുകൾ വരാതാകുമ്പോൾ അതെ, അതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തുർക്കിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ആകെ മൊത്തം 6000 കോടിയുടെ നഷ്ടം ഈ വിനോദസഞ്ചാരികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തന്നെ ഈ 2 രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് തുർക്കി ഇപ്പൊ പറയുന്നത് കടുത്ത തീരുമാനത്തിലേക്കൊന്നും പോകരുത് എന്ന് ഇന്ത്യയോട് അപേക്ഷിക്കുന്നത്. വയറ്റത്തടിച്ചപ്പോ മനസ്സിലായി. ഇതുപോലെയായിരുന്നു മാലിദ്വീപുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിലും സംഭവിച്ചത്. വലിയ ഹൊയ് വിട്ടതാണ്. അവസാനം തിരിച്ചു വന്ന് മോദിയുടെ കാലിൽ വീഴേണ്ട. അതെ, ആവശ്യമില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇങ്ങോട്ടടിച്ചാൽ തിരിച്ച് എങ്ങനെ മറുപടിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന പഴഞ്ചൊല്ല് പറയുമല്ലോ, അത് തന്നെയാണ് സത്യം. അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോ പോലുള്ള എയർലൈനുകളും ഒക്കെ ഇപ്പൊ പ്രതിസന്ധിയിലായിട്ടുണ്ട്. കാരണം ആൾക്കാരുണ്ടാണെങ്കിലും പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കമ്പനികളൊക്കെ നഷ്ടത്തിലാവുകയാണ്. പകരം ഗ്രീസ്, അർമേനിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഭാരതീയർ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതെ അതെ, ഗുജറാത്തിൽ നിന്നുള്ള 800 പേർ അടങ്ങുന്ന സംഘം ഇന്നലെ തുർക്കി, അസർബൈജാൻ യാത്രകൾ റദ്ദാക്കിയതായിട്ട് ഒരു ടൂറിസം കമ്പനി അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാസ്പിയൻ കടലോരത്തുള്ള ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള അസർബൈജാനാകും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാവുക. കാരണം 2023 ഇവർക്ക് 1,17,302 ഭാരതീയരാണ് അസർബൈജാൻ സന്ദർശിച്ചത്. 2024 ഇത് 2,43,589 അതായത് 108% വർധനയാണ് ഉണ്ടായത്. 2014 വെറും 4,853 ഭാരതീയർ മാത്രമാണ് അസർബൈജാനിൽ പോയത്. അപ്പോൾ അത്രയും വലിയൊരു രീതിയിലുള്ള കുതിച്ചുചാട്ടം, 103% വർധന എന്നൊക്കെ പറയുന്നത് ഒരു വമ്പം കുതിച്ചുചാട്ടമാണ്. കൂടുതൽ അല്ലേ? അത് ഒറ്റയടിക്ക് പിൻവലിക്കുകയാണ്.
ഒറ്റയടിക്ക് പിൻവലിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന അല്ല, നഷ്ടം അങ്ങനെയൊക്കെ ഒരുപക്ഷെ വേണം. ഇതിപ്പോ പുറത്ത് വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള അല്ല, അങ്ങനെയൊക്കെ വേണം. കണക്കാകാനുള്ള സാധ്യതയുള്ളൂ. ഓപ്പറേഷൻ ദോസ്തൊക്കെ ചെയ്തു കൊടുത്ത ഒരു രാജ്യത്തിനെ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാല് അത് ഇത്തിരി കടന്ന കൈയാണ്. അതെ. അപ്പൊ ഞാൻ പറയുന്നതേ ഈ 3000 കോടി അസർബൈജാന് മാത്രം നഷ്ടമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സമാനമായ തുക തന്നെയാണ്, അത്രത്തോളം തന്നെ നഷ്ടമാണ് തുർക്കിക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതൊരു ശരാശരി ഒരു കണക്ക്, കൃത്യമായ കണക്ക് ഇതായിരിക്കില്ല, ഇതിന് മേലെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ടൂറിസം മേഖലയിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഒരു നഷ്ടം, കഴിയാത്ത രീതിയിലുള്ള നഷ്ടം ഉണ്ടായിട്ടുള്ളത്. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളാണ്. 2025 സാമ്പത്തിക വർഷം $284 കോടി ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയിരുന്നത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ തുർക്കി വ്യാപാര ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നുണ്ട്. കൂടാതെ 2021 ഫെബ്രുവരിയിൽ തെക്കൻ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ സഹാനുഭൂതിയുടെ മികച്ച ഉദാഹരണം പ്രകടമാക്കിയിരുന്നു. അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ഓപ്പറേഷൻ ദോസ്ത് എന്ന ഇന്ത്യ കാണിച്ച ആ ഒരു സഹായം. പിന്നെ ഈ പറയുന്ന രീതിയിൽ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ ഇതിന്മേലും സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെ. ഇപ്പോൾ ആപ്പിളിന്റെ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, അത് ശരിക്കും തിന്നിട്ടെല്ലൻ്റെ ഇടയിൽ കുത്തി എന്ന് പറയുന്നത് പോലെ. കാരണം 2023-24 ആപ്പിൾ ഇറക്കുമതി എന്ന് പറയുന്നത് റെക്കോർഡ് നിലവാരത്തിലായിരുന്നു. 1,60,000 ടൺ ആപ്പിളാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആപ്പിൾ മാത്രം അതാണെങ്കിൽ മറ്റ് സംഭവങ്ങളും മറ്റ് സാധന സാമഗ്രികളുടെയും ഒക്കെ ഇറക്കുമതി ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഇറക്കുമതിയാണ് തീർത്തും ഇല്ലാതെ ആയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഭൂരിഭാഗവും വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഈ ഇന്ത്യയിലേക്ക് വന്നത് കൊണ്ട് നെകളിപ്പ് മൂത്തിട്ടാണ് അവസാനം ഇന്ത്യക്കെതിരെ തിരിഞ്ഞത്. അപ്പൊ ഇന്ത്യ ഇവിടെ നിന്ന് പറഞ്ഞു ഇനി വരണ്ട എന്നുള്ളത്. അപ്പൊ ഈ ഒരു 1,60,000 ടൺ ആപ്പിളിന്റെ മാത്രം തലത്തിലുള്ള നഷ്ടം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കൂടുതലായിരിക്കും. അവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്നതാണ് ഇത്രയും. അത്രയും എന്ത് തുകയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്? ആ വ്യാപാരം നിന്നില്ലേ? അതെ, ആ വ്യാപാരം നിന്നു. പകരം ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇന്ത്യയെ ബാധിക്കാത്ത തരത്തിൽ എങ്ങനെ നോക്കണം എന്നുള്ള രീതിയിൽ എങ്ങനെ ആയിരിക്കണം, അത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ വിനിയോഗം എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇന്ത്യക്കുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ ഈ പറയുന്ന, അതായത് എർദോഗൻ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവുക, നമ്മൾ ഇത്രയൊക്കെ കയറ്റുമതി ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്താലും ഇന്ത്യ മിണ്ടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്കുണ്ടായിട്ടുണ്ടാകാം. അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. ഈ പറയുന്ന ആപ്പിള് പോലും, ആപ്പിൾ ഒരു ചെറിയ ഭക്ഷ്യവസ്തുവാണ് എന്ന് ആലോചിക്കണം, പക്ഷെ അതിന്റെ മൂല്യം എത്രത്തോളമാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഭാരതീയൻ അവിടെ ചെന്ന് കാണുന്നതിലൂടെ അവിടെ അവർക്കുണ്ടാവുന്ന ഓരോ ഭാരതീയനിലൂടെയും ഒരു രാജ്യത്തെ ടൂറിസം മേഖല വളരെ ആ രാജ്യം വളരുന്നത് തന്നെയാണ്. അതെ, അത് മുഴുവനും ഇല്ലാതെയായി എന്നുള്ളത് വലിയ വരുമാനം കൂടെയാണ്. ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയ വരുമാനം കൂടെയാണ്.